ഇത് ഓട്ടം പോവോ? ഇത് പോവില്ല. അവിടെ അവിടെയോ? അവിടെ പോവോ? എങ്ങോട്ടാ? കേറ്. കേറ് 50 രൂപയാവും. അവിടെ തന്നെ കാണാൻ വർത്താനം വേണ്ടെന്ന് വെച്ചിട്ട് പറയാ. ഇത് വർക്ക് ചെയ്യില്ലേ? ഇത് ഓടില്ലേന്ന്? ഓടും, പക്ഷെ ഓടിക്കാറില്ല. അതെന്താ? അതങ്ങനെയാ. കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട സാറേ. 50 രൂപയ്ക്ക് സമ്മതമാണേ പോവാം. അല്ലെങ്കിലേ ആളെ മെനക്കെടുത്ത് അത് വണ്ടി കാലിയാക്കി. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടം വിളിച്ചപ്പോ ഉണ്ടേ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഇറങ്ങാൻ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങിക്കേ. വേണ്ട വീര, എന്താണ് രാവിലെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? പുതുതായിട്ട് വകുപ്പ് പഠിപ്പിക്കാമെന്ന സാറാ. സ്റ്റാൻഡിൽ കിടക്കണ ഓട്ടോ വിളിച്ചാ പോണം. അതും മീറ്റർ ഇട്ട് ഓടണം. സംശയം വല്ലോണ്ട് ചോദിച്ച് ക്ലിയർ ആയിക്കോ. എപ്പോഴും സാറിനെ കൈ കിട്ടിന്ന് വരില്ല. ഒന്ന് മാറിക്കേ. അണ്ണാ വണക്കം. വണക്കം. എന്താടാ ദൈവം. എന്താണ് പ്രശ്നം? അതെ ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഈ സ്ഥലം നല്ല പരിചയം പോരാ. ഫോണിന്റെ അഡ്രസ് കയ്യിലുണ്ട്. ഈ ചങ്ങാതിയുടെ ഓട്ടോയിൽ കയറിയപ്പോ മൂപ്പര് പറയാ അവിടം വരെ പോകാൻ 50 ഉറുപ്പ്യാവൂത്രേ. മീറ്ററിൽ കാണുന്ന തുക തരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണമില്ല. ഇവിടെ മീറ്റർ ഓടിക്കില്ല അത്രേ. അത്രേ ഉള്ളൂ. ഇത് വെറും സിമ്പിൾ ഇഷ്യൂ അല്ലേ? അതെയോ? നമുക്ക് വഴിയുണ്ടാക്കാം സാറേ. സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ ആദ്യമായിട്ട് ആ സ്ഥലം നല്ല പരിചയമില്ലാന്നൊക്കെ. അതായതിന്റെ ഒരു മൂല കാരണം ഈ നാടത്ര ശരിയല്ല സാറേ. ഇവന്മാരൊക്കെ മഹാപെശക ടീമുകളാണെന്നേ. അതുകൊണ്ട് രാവിലെ വഴക്കിനും വക്കാണത്തിനും നിൽക്കാതെ പറഞ്ഞ കാശും സംബന്ധിച്ച് സ്ഥലം വിട്ടോ. കൂടെ ലേഡീസ് ഒക്കെ ഉള്ളതല്ലേ. എടാ വേറെ വണ്ടി എടുത്തോ, സംഗതിയൊക്കെ സോൾവ് ആയി. അതെ ചേട്ടാ, നമ്മളാരാ മനസ്സിലായില്ല. ഓഹോ, നമ്മളൊരു പാവം അല്ലറയിലറ ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് സദാനന്ദൻ. ഹാവു, ആശ്വാസായി. അതെ സദാനന്ദൻ ജി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ എനിക്ക് ഈ ഓട്ടോയിൽ തന്നെ പോണം. അതും മീറ്റർ ഇട്ട് തന്നെ പോണം. അതൊരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശമല്ലേ. സദാനന്ദൻ ജിയെ പോലൊരു തൊഴിലാളി നേതാവിന് അത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവകാശം പറയാൻ കാലുകുത്തിയ കളം തെറ്റിപ്പോയി മോനു. വെറുതെ വെടക്കാക്കാൻ നിക്കണ്ട. നല്ല ബുദ്ധി പറഞ്ഞോട് പെങ്ങളെ. കൈയെടുക്കും. കൂടുതൽ ഷൈൻ ചെയ്യല്ലേ. ഞാനൊന്ന് കൈ ഞൊടിച്ചാൽ ഈ പിള്ളേരെല്ലാം കൂടി കുത്തി